വീടെത്തി ഇറങ്ങാൻ നോക്കുമ്പോഴാണ് 7ാം ക്ലാസ്സുകാരിയുടെ ഫാത്തിമ ഹനയുടെ കൈവിരൽ സ്കൂൾ ബസിന്റെ വിൻഡോ ഗാർഡിനകത്തുള്ള ദ്വാരത്തിൽ കുടുങ്ങിപ്പോയത്. പിന്നെ പറയണോ, കരച്ചിലായി, പരിഭ്രാന്തിയായി. നാട്ടുകാരും ബസ് ജീവനക്കാരും ഒക്കെ ആവുന്നത്ര ശ്രമിച്ചു, പക്ഷേ ഈ വിരൽ പുറത്തെടുക്കാനാവുന്നതേയില്ല. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ബസ് നേരെ മലപ്പുറം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ എത്തിച്ചു. 1 മണിക്കൂറിലേറെ പരിശ്രമിച്ചിട്ടാണ് അവർ വിരൽ പുറത്തെടുത്തത്. എങ്ങനെ കട്ട് ചെയ്യും? പിന്നെ വിൻഡോ ഗാർഡിൻ്റെ ഭാഗത്തുള്ള ഒരു ഹോൾസിലാണ് കുട്ടിയുടെ കൈവിരൽ കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ പ്രാഥമികമായിട്ട് ഞങ്ങൾ ഗ്രീസും അതുപോലെ എണ്ണ എന്നുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാഥമികമായിട്ട് കൈവിരൽ എങ്ങനെയെങ്കിലും വലിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കി. അപ്പോൾ കുട്ടിക്ക് അതിന് കഴിയുന്നില്ല. മാത്രമല്ല നീരടിച്ചത് കൊണ്ട് പിന്നെ അത് പുറത്തേക്ക് തള്ളി നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് വിരൽ ഒരിക്കലും ഊരി കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നത്. കുട്ടി വേദന കൊണ്ട് പുളയുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ പെയിൻ വരാത്ത രീതിയിൽ നമ്മൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയുടെ വിരൽ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾ പിന്നെ ആലോചിക്കുകയും അങ്ങനെ നിലത്തിലെ എല്ലാ ജീവനക്കാരും കൂടി ചേർന്ന് ഏകദേശം 1 മണിക്കൂർ നേരം പ്രവർത്തനം നടത്തിയിട്ടാണ് ആ കുട്ടിയുടെ കൈ വളരെ സേഫായിക്കൊണ്ട് യാതൊരു പരിക്കും ഏൽക്കാതെ പിന്നെ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് പിന്നെ ഞങ്ങൾ അത് പുറത്തെടുത്തത്. അഞ്ജന സുകുമാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഞ്ജന, ചെറുതായാലും വലിയ കാര്യമായാലും നമ്മുടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതേ തത്സമയം റിപ്പോർട്ടിൽ നമ്മൾ സംസാരിക്കാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടി, ഇപ്പോൾ ആ കുട്ടീനെ ഒന്നും കുറ്റം പറയാൻ കാര്യമൊന്നുമില്ല, പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? ഇത് ആകെപ്പാടെ പേടിച്ചു പോയല്ലേ. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ആഞ്ഞു പരിശ്രമിച്ച് ഒന്നും നടക്കാത്തതിന് ശേഷമാണ് അവസാനം ഈ ഓഫീസിലേക്ക് പോകുന്നത്. 1 മണിക്കൂറൊക്കെ വേണ്ടി വന്നുവല്ലേ? നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ എത്ര പ്രശംസിച്ചാലും അത് മതിയാവുമെന്ന് തോന്നില്ല. ഓരോ ആപത്തുകളിൽ നിന്നും ഓരോ പ്രശ്നങ്ങളിൽ നിന്നും അവരിങ്ങനെ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഹീറോസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നേരത്തെയും ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഏതായാലും മലപ്പുറം സ്വദേശിയായ 7ാം ക്ലാസ്സുകാരി ഫാത്തിമ ഹനിയയുടെ അടുത്താണ് അവർ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് ഹീറോസ് ആയിരിക്കുന്നത്. ഈ ഒരു ദിവസം മുന്നേ, ഈ ശനിയാഴ്ച വൈകിട്ട്, ഫാത്തിമ ഹനിയ കൊണ്ടോട്ടി സ്കൂളിലെ അൽഹിദായത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ സ്കൂള് വിട്ട് സ്കൂൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് വരികയായിരുന്നു ഫാത്തിമ. സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ അടുത്ത് ഏതാണ്ട് എത്താറായി. ഒരു 4:30യോട് കൂടിയിട്ട് വീടിൻ്റെ അടുത്ത് എത്താറായി. കുട്ടി വാനിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഒരു സമയമായി. അപ്പോൾ നോക്കിയപ്പോഴാണ് കുട്ടിയുടെ വിരൽ ഈ വാഹനത്തിന്റെ വിൻഡോ സൈഡിൻ്റെ അടുത്തുള്ള ഒരു ദ്വാരത്തിൽ പെട്ടുപോയതായിട്ട് മനസ്സിലാവുന്നത്. കുട്ടി വല്ലാതെ പേടിച്ചു പോയി. ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളും പേടിച്ചു. എത്ര ശ്രമിച്ചിട്ടും ഈ വിരൽ ആ ദ്വാരത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വീടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ പാരൻസ് പെട്ടെന്ന് വന്നു, നാട്ടുകാർ ഓടിക്കൂടി, അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ഉൾപ്പെടെ വന്നു, വേറെ ടീച്ചേഴ്സും വന്നു. എല്ലാവരും കൂടെ നോക്കിയിട്ടും കുട്ടിയുടെ വിരൽ ഈ ദ്വാരത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഈ വാഹനം ഉൾപ്പെടെ മലപ്പുറത്തുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സ്റ്റേഷനിലേക്ക് നേരെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവരും ആദ്യമൊക്കെ കുറച്ച് ശ്രമിച്ചെങ്കിലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏതാണ്ട് 1 മണിക്കൂറോളം സമയമെടുത്ത് ഒടുവിൽ കുഞ്ഞിൻ്റെ വിരൽ ആ ദ്വാരത്തിൽ നിന്ന് മാറ്റുമായിരുന്നു. സീറ്റ് അഴിച്ചു മാറ്റിയതിന് ശേഷം ഒരു പ്രത്യേക മെഷീൻ ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിൻ്റെ കയ്യിൽ ഏതായാലും ചെറിയതായിട്ട് മുറിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത്ര സമയം ആ മുറിവ് സഹിച്ചുകൊണ്ടാണ് ഫാത്തിമ അവിടെ നിന്നത്. ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കുഞ്ഞ് നിന്നത്. ഏതായാലും ചെറിയ മുറിവിൻ്റെ കൂടെയുള്ള വേദനയൊക്കെ സഹിച്ചുകൊണ്ടായിരുന്നു കുഞ്ഞ് നിന്നത്. എന്തായാലും വിരലിങ്ങനെ പെട്ടുപോയപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു, എടുക്കാൻ കിട്ടായതായപ്പോൾ. അപ്പോൾ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ അംഗങ്ങൾ വന്ന് അത് എടുത്തു മാറ്റി. എന്തായാലും ഫാത്തിമ ഏതായാലും ഹാപ്പിയാണ്, അതുപോലെ അംഗങ്ങൾ ഹാപ്പിയാണ്, എല്ലാവരും പോയല്ലോ എന്ന് ഓർത്തുള്ള ആദ്യം മാത്രമല്ല, ആകപ്പാടെ മൊത്തത്തിൽ പേടിച്ചു പോയിട്ടുണ്ടാകും. വിരലാണെങ്കിൽ കുടുങ്ങിയും പോയി, ഇനി വല്ല വിധത്തിലും വഴക്കെങ്ങാനും കിട്ടുമോ, ഇത്രയും താമസിക്കുന്നു ചെയ്യുന്നു, അങ്ങനെ കുഞ്ഞുങ്ങളുടെ മനസ്സിലിങ്ങനെ ഓരോ ആദ്യമൊക്കെ കടന്നു പോകുന്നുണ്ടാകും. എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഫയർഫോഴ്സ് സംഘം എത്തി അവരുടെ അടുത്തേക്ക് കാര്യം കൊണ്ടുചെന്ന് പിന്നെ ആ വിരലൊക്കെ കൃത്യമായിട്ട് എടുക്കുക തന്നെ ചെയ്തു. ചെറിയ പരിക്കൊക്കെ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതാണ് എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയൊന്നും വേണ്ട, ഇതും ചെറുതല്ലായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെറുതായാലും വലുതായാലും നമ്മളൊന്ന് മുൻകൂട്ടി കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് നല്ലതല്ലേ? ശരി അഞ്ജന.